അസ്സലാമു അലൈക്കും. നമസ്കാരം കൂട്ടുകാരെ. ചെടികളെയും പൂക്കളെയും കൃഷിയെയും സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഫാത്തിമ സിമ്മ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളെ ഇന്ന് വന്നതെന്ന് വെച്ചാൽ നിങ്ങളിത് കണ്ടോ, ഇത് നല്ല വേനൽക്കാലത്തൊന്ന് വിരിഞ്ഞിക്കുക എന്തോ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കണ്ടാസ്വദിക്കാൻ പറ്റും. നിങ്ങൾ നോക്കിയാൽ ഈ മഴക്കാലത്ത് കൊണ്ടുവച്ച് ഈ ചെടി മൊട്ടുകൾ നിറയെ മൊട്ടുകളും പൂക്കളായിട്ട് വിരിഞ്ഞ്. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഈ മഴക്കാലത്ത് ഈ തേനീച്ചകൾക്ക് ഒക്കെ എന്താ പറയുക, ഓൽക്ക് തേന് കിട്ടാൻ വേറൊരു വഴിയില്ലല്ലോ. അപ്പോൾ പഠിച്ചോൻ ഇങ്ങനൊരു ഇത് കൊടുത്തതായിരിക്കും. ഇപ്പം നല്ല മഴയാണല്ലോ ഏടെ നോക്കിയാലും. അപ്പോൾ ഓൽക്ക് ഓല ഭക്ഷണം കിട്ടണമെങ്കിൽ ഓല് ശേഖരിച്ച് വെക്കും, എന്നാലും ഓല ഭക്ഷണം ഇപ്പം വന്ന് എടുക്കാൻ പറ്റിയ വേറെ ഒന്നുമില്ലല്ലോ. അങ്ങനെ ആയിരിക്കും ഈ പൂക്കൾ നിറയെ തേനീച്ചകളാണ് കേട്ടോ. അതും എന്താ പറയുക, നമ്മൾ ചെറിയ തേനീച്ചകളൊന്നുമല്ല, വലിയ വലിയ വിദേശികളെന്ന് അറിയല്ലേ, അതുകൊണ്ട് തന്നെയുള്ള നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള തേനീച്ചകളാണ് കേട്ടോ നിറയെ ഉള്ളത്. പക്ഷെ പൂക്കളൊക്കെ മഴ കൊണ്ടിട്ട് എന്താ പറയുക, സുജൂത് പോയ ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ചെടീൻ്റെ അവസ്ഥ വരുന്നത്. പക്ഷെ വേനൽക്കാലത്തും ഇത് വിരിയും കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് 2-3 ദിവസം പൂക്കളെ കൊണ്ടുള്ള ഒരു ഏകദേശം 2-3 ദിവസം ആയിക്കല്ല, 4-5 ദിവസം പൂക്കളെ കൊണ്ടുള്ളൊരു ആറാട്ട് തന്നെയാണ് കേട്ടോ. തൃശ്ശൂർ പൂരം പോലെ തന്നെ നിറയെ മുട്ടുകളും പൂക്കളായിട്ട് ഇതിങ്ങോട്ട് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഭംഗിയായിട്ടോ. അപ്പം നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പം നമ്മൾ വിചാരിച്ച് മഴ അല്ല, ഇപ്പം നല്ല മഴക്കാലാണല്ലോ. അപ്പോൾ പ്ലാവുമ്മലൊക്കെ ചക്ക നല്ലോണം ഉണ്ട്. ചക്ക അല്ലാത്ത ഒരുപാട് ആൾക്കാരും ഉണ്ടാവും. അപ്പം നമ്മൾ ചക്ക കൊയ്യട്ടെന്ന് വെച്ച് ഇറങ്ങിയതാന്നേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകും. ഈ മഴക്കാലമായപ്പോഴേക്ക് പറമ്പിൽ ഒന്നായിട്ട് കാടാണ് കേട്ടോ. നമ്മളെക്കാൾ ഓരത്ത് എന്താ പറയുക കാടായിരിക്കും. ആ കാടൊക്കെ നീന്തി കടന്ന് വേണം നമുക്ക് ചക്ക കൊയ്യാൻ പോകണമെങ്കിൽ. അവിടെ തന്നെ ചക്ക കൊയ്യാൻ നടക്കാം. ഇതിലൂടെക്ക തുകണ്ടോ? പ്ലാത്തോട്ടത്തിൽ സജിത്താന്ന് പറയാം. ഇത് മറ്റേ തയ്യ കുറ്റിപ്ലാവിൻ്റെ തയ്യ. അപ്പൊ അങ്ങനെ കാണും. നമ്മൾ ചക്ക എങ്കപ്പുറം പോരൂല, ഞാൻ എന്തപ്പുറം പോരില്ല. നമ്മള് കാടായിട്ട് തേങ്ങ തേങ്ങല്ല ഇങ്ങോട്ട് വരണ്ടാക്കി കൊക്ക മക്കളെ ചക്ക എന്തോ ഭാഗ്യത്തിന് ചക്കയും സജിത്തയും കൂടി വരുന്ന മക്കളെ. ഇത് പപ്പിക്കാനുള്ള ചക്ക കേട്ടോ. ഇത് പഴുത്താൻ നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ മക്കളെ തേങ്ങരിക്കാം. ഇത് തേങ്ങരിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളിവിടേക്ക് അപ്പൊ ഇനിയും കൊയ്യാണ്ട് ഇതിന്റെ കൈ ഇത് വാള് പോയിക്കണ്. വാള് ഇമേലുണ്ട്, ഒടിഞ്ഞു പോയിക്കണ്, പൊട്ടി പോയിക്കണ്. ഇത് പൊട്ടിപ്പോയി.
അപ്പൊ നമ്മളെ കത്തി ഈ കൊക്കമന്ന് കഴിഞ്ഞു പോയി മക്കളെ. നമ്മളെത്ര കെട്ടിയാലും നല്ല ഉറപ്പില് നമുക്ക് കെട്ടാനാവില്ലല്ലോ. ചിലര് കെട്ടിയാൽ നല്ല ഉറപ്പ് തന്നെ ഉണ്ടാവും. അപ്പൊ നമ്മള് അതെല്ലാം കത്തി അവിടെ വേറൊരു കൊക്കമ്മ കെട്ടിയ കത്തി കഴിച്ചുണ്ടോന്ന് അതിന് കേട്ടോ. അപ്പൊ അത് എന്താ പറയാ, കുറച്ച് കൊക്കന്റെ കഷ്ണം ഇമലുണ്ടായിരുന്നു, അതൊക്കെ പൊട്ടി തൂങ്ങിപ്പോയി. അപ്പൊ നമ്മൾ അതൊക്കെ റെഡിയാക്കി കൊണ്ടുവരാണ് കേട്ടോ. എന്നാലും നല്ല ഉറപ്പിലൊന്നും കെട്ടാൻ നമുക്ക് ആയാലെങ്കിലും നമ്മൾ കൊണ്ടാവുന്നോണം നമ്മൾ കെട്ടി. ഞാൻ ചക്ക വീയാണ്ട് ഇപ്പം പോകാൻ പറ്റൂലല്ലോ. എന്താ വെച്ചാൽ ഇത്രയും ചക്ക നമുക്ക് ചക്ക അല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇത്രയും ചക്ക പഠിച്ചോൻ തന്നിട്ട് നമ്മൾ പുഴുങ്ങി തിന്നില്ലെങ്കിൽ അതിന് നമ്മൾ സമാധാനം പറയേണ്ടി വരും അല്ലേ. ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കലും ഉണ്ട് കേട്ടോ. എന്നാലും ചക്ക എന്തോരോ ഉണ്ട് ഞാനും. അപ്പം നമ്മൾ എന്താ പറയുക, ഈ ചക്ക ഒന്ന് കൊയ്തൊന്ന് പുഴുങ്ങണമെന്ന് വിചാരിച്ചു പോയി. ചക്ക കൊയ്തുണ്ടച്ചിട്ട് പിന്നെ എടുത്ത് പുഴുങ്ങാൻ എളുപ്പമാണ്. പക്ഷെ നമ്മൾ കൊയ്യാൻ വന്ന് കൊയ്ത് കൊണ്ടുപോയി പെറുക്കിടുമ്പോൾ തന്നെ പകുതി പള്ളമാണ്. അപ്പോൾ ഇതൊക്കെ കത്തി കഴിയുമ്പോഴായിപ്പോയി. ഇനിയും കൊക്ക കെട്ടണം ആ ഒരവസ്ഥയിലാണ്. നേരത്തെ എടുത്തി മതിൽമ കയറി തന്നെ മതിൽമ കയറി പറയട്ടെ, അതെടുക്കാൻ മറന്നുപോയതാ. ചക്കയും കൊക്കയും കണ്ടത്തിലേക്ക് പോയി. 36 വേഗം ചാടി ബാക്കോട്ട് കല്ലിളകുകയും ചെയ്തു. ഇല്ലേ അമ്മ? അങ്ങനെ എങ്ങനെയൊക്കെ നമ്മളെ ചക്ക 2 കൊയ്തെടുത്തേക്ക് മക്കളെ. കൊക്ക കെട്ടിയാൽ നിൽക്കാത്ത കൊക്കയാണ് കൊണ്ട് നമ്മൾ അതിന്മേലെ ആ ചെറിയ എന്താ പറയുക അരിയാൾ വെച്ചിട്ട് തന്നെ ഇതാക്കിയെടുത്ത് 2 നമുക്ക് കിട്ടി. അതും കൊണ്ട് നമ്മൾ പോകും. നല്ല ചക്ക, ഇത്തിരി ചിക്കൻ കറിയും കൂടി വേണ്ടി, നല്ല ബീഫ് കറി. അതില്ലാത്തൊരു പോരായുണ്ട്. അതെയോ? മതിത്താ സ്പൂൺ. അപ്പൊ അടുപ്പത്തൊന്നും എടുക്കലാ. നല്ല മായി ചൂട് ചക്ക നല്ലമായി. മക്കളെ ഇത് കണ്ടോ, ഇത് നമ്മളിവിടെ നമ്മുടെ മരുന്നുകളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഒരു കൊട്ടത്തോളം റെഡിയാക്കിയാണ്. ഇത് തൽക്കാലം നമ്മളിപ്പോൾ ഒരു സ്റ്റാൻഡ് അടുപ്പിച്ച് അതിനാലാണ് വെച്ചത്. പക്ഷേ ഇത് നമുക്ക് ഇതടിച്ച ആൾക്കാർ പണി തന്നു. ഇതിവിടെ വെച്ചും കൊണ്ട് ഒരു ചുമരുന്ന് ഇതടിച്ചതിന് ഇതിൽ നിറയെ എന്താ പറയുക, ഇതൊക്കെ ഒരു ഭാഗം ഇതൊക്കെ ഞാൻ ഉരച്ച് പോക്കിയതാണ്. ഉരച്ചിട്ട് ഇത് പോകണമില്ല. ഉണ്ടാക്കിയാ പോകണ്ടോ? ഇത് സിമെന്റൊക്കെ പോയിട്ട് ഒരു സാധനമല്ലേ, വൈറ്റ് സിമെന്റ് അല്ലേ? പെയിന്റ് അല്ല, ഇതിൽ പിടിച്ചു കിട്ടി. ആളെ തട്ടി ഞാൻ കുറേ പൊട്ടി ആക്കി വെക്കുന്നു. ഉണ്ടോ? എന്ത് വൃത്തിയാണോ നോക്കിയ. കുറച്ചും എത്തി വെക്കണം. ഇതാകെ ക്ലിയറായി ചെബ്ബായതുകൊണ്ടാണ് കയ്യോ കഴിഞ്ഞു. ഇതത് വേണം റെഡി ആക്കി കേട്ടോ. പാത്തൂസ് ഞാനോട് ഉരച്ച് ഇതൊക്കെ ക്ലീൻ ആക്കി. അതൊക്കെ ക്ലിയർ ആയി. ഇപ്പോൾ എന്താ പറയുക, നമ്മളെ മരുന്നുണ്ടാക്കുന്ന സ്ഥലത്തെ പൈപ്പ് വെള്ളവും അതും ആയും ഒക്കെ ഉച്ചാറായി കേട്ടോ. ഇനി നമുക്ക് മരുന്നൊക്കെ ഇവിടുന്ന് കഴിയും. ഇവിടുന്ന് തന്നെ എല്ലാ കാര്യവും ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്കായി. അൽഹംദുലില്ലാഹ്. വെള്ളം വാഷിംഗ് മെഷീനാണെങ്കിൽ കേടന്നു പോയി, നന്നാക്കിയിട്ടില്ല. അപ്പോൾ തൽക്കാലം ഇവിടെ ഒരു ഐഡിയ ഇട്ട് ഞാൻ വെള്ളം പോയിട്ടാക്കി കൊണ്ടുപോകാൻ
എന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെയാണ് മഴക്കാലമായാൽ പിന്നെ അയിലൊക്കെ ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും കെട്ടിയ കാണില്ല. അങ്ങനെ നല്ലോണം ഉണങ്ങും കിട്ടും.